സിക്കിമിൽ മഞ്ഞിടിച്ചിലിൽ 11 പേർ മരണപ്പെട്ടിരിക്കുന്നു. അതിദാരുണമായ ഈ സംഭവം സിക്കിമിലാണ് നടന്നത്. 11 പേർക്ക് പരിക്ക്, 6 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, സിക്കിമിലെ നാഥുല ചുരത്തിലാണ് മഞ്ഞിടിച്ചിലുണ്ടായിരിക്കുന്നത്. വലിയ മഞ്ഞിടിച്ചിലായിരുന്നു. നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിൽ 6 പേർ മരിച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം 11 പേരിലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ സിക്കിമിലെ നാഥുല പാസ്. സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിനെ നാഥുലയുമായി ബന്ധിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു 15 മൈൽ റോഡിലാണ് വലിയ രീതിയിലുള്ള മഞ്ഞിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. 350-ലധികം പേരെ രക്ഷപ്പെടുത്തി. 80 വാഹനങ്ങളെയും ഈ മഞ്ഞിടിച്ചിലിനിടയിൽ നിന്നും രക്ഷിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷനും ശക്തമായ രീതിയിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാംഗ്ടോക്കിലെ പ്രശസ്തമായ നാഥുല പാസിലുണ്ടായ ഈ അപകടത്തിൽ ഇനിയും മരണനിരക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അജി, നാഥുല ചുരത്തിൽ മഞ്ഞിടിച്ചിൽ, സിക്കിമിലെ നാഥുല ചുരത്തിൽ മഞ്ഞിടിച്ചിലിനെ തുടർന്ന് 6 പേർ മരണപ്പെട്ടിരിക്കുന്നു, 11 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അനുഷ, ഇത് ഈ മരണപ്പെട്ടവർ എവിടെയുള്ളവരാണ്? വിനോദസഞ്ചാരികളാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇതൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളാണോ ഇവിടെ പെട്ടിരിക്കുന്നത്? 22 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അജി, വിനോദസഞ്ചാരികളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ നാഥുല പാസ് എന്ന് പറയുന്നത് സിക്കിം തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ. ഇപ്പോൾ ഈ സീസൺ സമയം കൂടിയാണ്, മഞ്ഞുവീഴ്ച ശക്തമായുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ സിക്കിമിൽ. അപ്പോൾ ഈ ഗാംഗ്ടോക്ക്, സിക്കിം തലസ്ഥാനത്തെ ഗാംഗ്ടോക്കിനെ നാഥുലയുമായി, ഈ നാഥുല പാസുമായി ബന്ധിപ്പിക്കുന്ന മേഖലയിലാണ് മഞ്ഞിടിച്ചിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 മരണം റിപ്പോർട്ട് ചെയ്യുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 350-ലധികം പേരെ പലയിടത്തായി കുടുങ്ങിക്കിടന്നവരെ രക്ഷിക്കുന്ന ഒരു സാഹചര്യവും രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇനിയും ഈ മരണനിരക്ക് ഉയരും. തിരച്ചിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം. അജി, നാഥുല ചുരത്തിൽ മഞ്ഞിടിച്ചിൽ 22 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം തുടരുന്നു. 6 പേർ മരിച്ചു, 11 പേർക്ക് പരിക്ക് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ഭരതൻ.